ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് ഒരു സ്പൈസിൻ്റെ ഷോപ്പ് കാണിച്ചു തരാം. എല്ലാം നല്ല ഒറിജിനൽ സാധനങ്ങളാണ്. അവരുടെ എന്തോ ഫാമുണ്ട് ഇടുക്കിയിൽ. അവിടെ നിന്ന് ഓൾമോസ്റ്റ് സാധനങ്ങൾ അവിടെ നിന്നാണ് കൊണ്ടുവരണമെന്ന് പറയുന്നത്. ഈ ഷോപ്പ് ഇരിക്കുന്നത് തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റാണ്. ശാരദ സിൽക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരു ദിവസം ഒന്ന് വിസിറ്റ് ചെയ്യണം. ഒക്കെ നല്ല സാധനങ്ങളാണ്. ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് കുറേ സാറുമാരെല്ലാവരും കൂടി ഒന്ന് മേടിച്ചതാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ട്രൈ ചെയ്യണം. എൻ്റെ മെയിൻ തിങ് ഷോപ്പിൻ്റെ പേരാണ് സ്പൈസ് ഐറ്റം. എല്ലാം സാറുമാർ മേടിച്ച് പാക്ക് ചെയ്ത് മേടിച്ചിരിക്കുകയാണ്. ഗ്രാമ്പ്, പട്ട. ഓക്കെ, കടയിൽ പോകാനുള്ള എൻട്രൻസ് എവിടെയാണ് കാണിച്ചു തരാവേ. തൃപ്പൂണിത്തുറ ചാരുദാസ്. ഓക്കെ, ചാരുദാസ് സിൽക്സ് ആൻഡ് ഇപ്പുറത്ത് എന്തോ ഒരു ടെക്സ്റ്റൈൽസാണ്. ആ രണ്ടുണ്ട്, നടുക്ക് ഒരു വേപ്പമുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ഒരു ഷോപ്പുണ്ട്, സെക്കൻഡ് സ്പൈസ് ഹട്ടാണ്. പോവാനും എളുപ്പമാണ്. കറക്റ്റ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ്. ഇതാണ് ലെഫ്റ്റ് സൈഡിലാണ് കട. ഓക്കെ, ഇവരുടെ എല്ലാ ഐറ്റങ്ങളും നല്ല ഫ്രഷ് അടിപൊളി സാധനങ്ങളാണ്. ഇതാണ് ഇവിടുത്തെ മാഡം. മാഡം, എന്തൊക്കെയുണ്ട് വിശേഷം? മാഡത്തിൻ്റെ പേരെന്താ? വീട് എവിടെയാ? ഇവിടുത്തെ സാധനങ്ങളൊക്കെ ക്വാളിറ്റി ഉള്ളതാണോ? ആണോ? ഇതൊക്കെ എവിടെന്നാ വരുന്നത്? ഓക്കെ 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 ഓക്കെ. നല്ല കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ? എല്ലാവരും വരാറുണ്ട്. പുറത്ത് കൊണ്ടുപോകുന്നവരൊക്കെ വരാറുണ്ട്. ഓക്കെ ഓക്കെ. എത്ര വർഷമായി മാഡം ഇവിടെ? ഓക്കെ, എങ്ങനെ കച്ചവടങ്ങളൊക്കെ ഉണ്ടോ? ശരി ശരി. ഓക്കെ ഓക്കെ. ഞാനൊന്ന് ഇതുകൊണ്ട് ഷൂട്ട് ചെയ്തോട്ടെ, എൻ്റെ വ്ളോഗിൽ ഇടാനാ. ഓക്കെ, താങ്ക് യു മാഡം. ഒറിജിനൽ പറയാൻ പറ്റില്ല, മനുഷ്യൻ്റെ ഹാർട്ടിൽ തന്നെ കുറേ ഉണ്ട്. അതെ, അങ്ങനെ എല്ലാം പ്യൂറായിട്ട് നമുക്ക് പിന്നെ അല്ലേ എല്ലാം മായാണ്. ഇതാണ് കുറച്ചും കൂടി സൂം ചെയ്ത് കാണിക്കാം. ബ്രഹ്മി ഹണിയാണ്. ഈ ബ്രഹ്മി ഹണി എന്താ വെച്ച് കുട്ടികൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ചെറുതേൻ ഇതൊക്കെ അവരുടെ ഫാമിൽ ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ശർക്കര വെച്ച് ഉണ്ടാക്കിയതല്ലല്ലോ, ഒറിജിനൽ കൊണ്ടുപോയതാണോ? ഈ തേന് ഒറിജിനൽ ആൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? തേനേ ഒറിജിനൽ ആളിന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഒറിജിനലാണ് വിശ്വാസം. സാധനം പൊക്കം കൂടി പോയി. ആദ്യത്തെ എന്താ ചേച്ചി? പിസ്ത. രണ്ടാമത്തെ പിസ്ത. ഓ, ഇത് സ്ട്രോബെറി. ഇത് ബ്ലാക്ക്. ആരെ കാണുന്നുണ്ട്? മാംഗോ സ്ലൈസ്, ബ്ലാക്ക് പ്ലംബ്, പപ്പായ. അത് എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് തരാറ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഓക്കെ. പൈനാപ്പിൾ കോയിന്, പാം ഷുഗർ, പനശർക്കര, അതിന് മെയിൻലി മസാല ഐറ്റംസ്. അതെന്താ, കുടംപുളിയോ? കുടംപുളി എത്രയാ? ഇതെന്താ? താമര സീഡ്സ്, ലോട്ടസ് സീഡ്. അത് എന്ത് ചോദിച്ചി? എന്താ, മക്കാണയോ? ഓ, ഇത് നല്ല പ്രോട്ടീൻ ഉള്ള സാധനം. ഓ,
വാൾനട്ട് ഒരു പാക്കറ്റ് എത്ര ചേച്ചി? 1 കിലോ 1250. ഇതാണ് കുഴിമന്തിയിൽ ഇടാനുള്ള നാരങ്ങ. ഉണക്കാമുന്തിരി വെള്ളം, റേസിൻ സീഡ്, ഉണക്കാമുന്തിരി ബ്ലാക്ക്. ഇതാണ് ബദാം. ബദാം, അതെ കാഷ്യൂ, അതൊരു കാഷ്യൂ. അത് മത്തൻ വിത്ത്, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു പാക്കറ്റാക്കി വെച്ചിരിക്കുക. ഗുഡ് ഫോർ ഹെൽത്ത്, ഹെൽത്തി ഫുഡ്. ഇതെന്തുവാ? ഓ, ഇതാണ് ചിയ സീഡ്. നമുക്ക് വണ്ണം കുറയ്ക്കാനുള്ളതാണ്. ആർക്കെങ്കിലും വണ്ണം കുറയ്ക്കാനുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മേടിച്ചിട്ട് കഴിക്കൂ, വണ്ണം കുറച്ച് ഗ്ലാമറാവും. പിന്നെ ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സിന്, അതായത് സീഡ്സിന്, കുറേ എന്തൊക്കെയോ സീഡ്സുകളിന് അത് റെഡിയാക്കി വെച്ചിരിക്കുക. ഇത് ഒലീവ് ഫ്രൂട്ട്, അത് അവർ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതെന്താ ചേച്ചി ബ്ലാക്ക് കളറ്? ഓ, ഇത് ബ്ലാക്ക് ഒലിവും ഇത് ഗ്രീന്. ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയും ഭയങ്കര ഇതാണ് അല്ലേ? ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഓൾമോസ്റ്റ് അവരുടെ ഫാമിൽ ഇത് കിട്ടാനുള്ളതുണ്ട്, പിന്നെ അവർ പുറത്തുനിന്ന് വരുത്തുന്നതും ഉണ്ട്. എല്ലാം നല്ല അടിപൊളി സാധനങ്ങളാണ്. ഇത് നമ്മുടെ കുഴിമന്തിയിലേക്ക് ഇടുന്ന നാരങ്ങ ഉണക്കി വെച്ചിരിക്കുന്നു. കണ്ട, ഇതെല്ലാം മസാല ഐറ്റംസ്. കുരുമുളക്, ക്ലോവ്സ്, ഇത് ഭയങ്കര കോസ്റ്റ്ലി അരിയല്ലേ? നോക്കട്ടെ, എത്രയാ അത് 1 കിലോക്ക്? ഇതിന് കിലോ ഇപ്പം ഇതിന് 160. ഓ, ഇതാണ് ആ ഇതിലാ പറയും കൗണി അരി എന്നൊക്കെ പറയും. ഞാൻ കുറെ നല്ല അന്വേഷണം നടന്നതാ. ഈ അരി ഒരെണ്ണുള്ളൂ, മുളയരി. അതെന്താ സാധനം? മുളയരി കാട്ടുകാർ മറ്റേ ആണോ? മുളയരിയോ? ഒക്കെ ഭയങ്കര ഹെൽത്തി ഫുഡായിരിക്കും അല്ലേ? അത് അവരന്ന് പറഞ്ഞു തന്നത് എന്താന്നാ, ഈ കറുപ്പ് എന്ന് പറഞ്ഞ അരി അവര് പെൺകുട്ടികള് പീരീഡ്സ് ആവില്ല ആദ്യം. ഈ അരി എന്താ വയസ്സറിയിച്ചാൽ കൊടുക്കാം? വയസ്സറിയിച്ച ആൾക്ക് മസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കേണ്ട അരിയാണെന്നാണ് അവര് പറഞ്ഞത്. ശക്തി ഉണ്ടാവും. ശക്തി അവർക്ക് അത്രയും, അത് കാരണം ഇത്രയും പ്രയോറിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ ഓക്കെ, അതാണ് ഇത്രയും കോസ്റ്റ്ലി അല്ലേ? അത്രയും വില അവിടെയുള്ളവരത് വാങ്ങി കൊടുത്തിരിക്കും. അവരുടെ ഇടുക്കിയിലെന്നാണ് അവരുണ്ടാക്കണ ഫാമിലെന്നാണ്. ഗ്രീൻ ടീ, പോപ്പ് ടീ, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ. ഓക്കെ, പിന്നെ താഴെത്തട്ടിൽ മുളക് പൊടി, മസാലപ്പൊടി എല്ലാം ബ്രാൻഡഡാണ്. ഓക്കെ, സ്പൈസ് ഹട്ടിൻ്റെ മഞ്ഞൾപ്പൊടി, സ്പൈസ് ഹട്ടിൻ്റെ എന്തൊക്കെ ഇങ്ങനെ പൗഡേഴ്സ് എല്ലാം നല്ല പാക്കിംഗ് ആണ്. ആൾക്കാരൊക്കെ പുറത്ത് പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ വന്നതാണ്. കണ്ടേക്കാണ് താഴേക്ക സാമ്പാർ പൊടി. ഇതെന്താ ചേച്ചി, പരിപ്പാണോ? അവളുടെ കുറച്ചും കൂടി ബ്രാൻഡഡ് ആയിരിക്കും അല്ലേ? ഓ, അത് നിങ്ങളുടെ ആയിരുന്നോ? ഓക്കെ ഓക്കെ, ഇതൊക്കെ കോഫി പൗഡർ. ഓക്കെ ഓക്കെ, ഇതെല്ലാം ഇടുക്കിയിൽ അവരുടെ ഫാമിലി ഡയറക്റ്റായിട്ട് അവർ ചെയ്യുന്നതാണ്. ഇതെന്താ ഇത്? ശർക്കര. ഓ, മറയൂർ ശർക്കര. ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ മാഡത്തിൻ്റെ കടയൊക്കെ വന്ന് വീഡിയോ എടുക്കാനും
ഒക്കെ അത്രയും സഹകരിച്ചതിന് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും കാണാം. ഞങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ മാഡം, താങ്ക് യു. ഓക്കെ, ബൈ. ഓക്കെ ഫ്രണ്ട്സ്, തൃപ്പൂണിത്തുറ അടുത്ത് താമസിക്കുന്നവർക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഈ കട ഒന്ന് വിസിറ്റ് ചെയ്യുക. ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാം. ചീപ്പ് ആൻഡ് ബെസ്റ്റാണ്. ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും. താങ്ക് യു. ഡിയർ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിൽ ഞാനൊരു തെറ്റ് ചെയ്തു പോയി. ഷൂട്ട് ചെയ്തത് കറക്റ്റ് പൊസിഷനിൽ വെച്ച് ഷൂട്ട് ചെയ്തില്ല. അത് കാരണം എല്ലാം പപ്പാതിയായിട്ട് കാണുന്നുണ്ട്. സോറി. അടുത്ത പ്രാവശ്യം ഞാൻ ചെയ്യാനത് കറക്റ്റായിട്ട് ചെയ്തോളാം. ഓക്കെ.